അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്തെ വിവാദ നായകനായിരുന്നു ബൈഡന്റെ മകനായ ഹണ്ടർ ബൈഡൻ. ഫെഡറൽ ക്രിമിനൽ തോക്കിനും നികുതി കുറ്റത്തിനും ഉൾപ്പെടെ 2014 മുതൽ 2024 ഡിസംബർ 1 വരെ മകൻ ഹണ്ടർ ബൈഡൻ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ജോ ബൈഡൻ മാപ്പ് നൽകിയതും വലിയ വിവാദത്തിന് വഴിവെച്ച നീക്കമായിരുന്നു. പ്രസിഡന്റ് പദവിയുടെ അസാധാരണമായ അധികാരങ്ങൾ കുടുംബത്തിന്റെ നേട്ടത്തിനായി ഉപയോഗിക്കില്ലെന്ന് മുൻകാല വാഗ്ദാനങ്ങളിൽ നിന്നും വ്യതിചലിച്ച് ബൈഡൻ നടത്തിയ പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിന്റെ അടക്കം വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും വാർത്തകൾ നിറയുകയാണ് ഹണ്ടർ ബൈഡൻ. ജനുവരിയിൽ ഓഫീസ് വിടുന്നതിന് തൊട്ടുമുമ്പ് മുൻ പ്രസിഡന്റ് ജൂലൈ വരെ നീട്ടിയിരുന്ന ഹണ്ടർ ബൈഡൻ നൽകുന്ന രഹസ്യ സംരക്ഷണ സേവനങ്ങൾ ഉടനടി നിർത്താൻ സീക്രട്ട് സർവീസിനോട് ഉത്തരവിട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ജോ ബൈഡൻ തന്റെ മകനെ പ്രോസിക്യൂഷനിൽ നിന്ന് സംരക്ഷിക്കുന്നുവെന്ന് ട്രംപ് പണ്ടേ ആരോപിച്ചിരുന്ന കാര്യമാണ്. ആ അവസരമാണ് ഇന്ന് ട്രംപ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഫെഡറൽ നിയമപ്രകാരം മുൻ പ്രസിഡന്റുമാർക്കും അവരുടെ ഇണകൾക്കും ആജീവനാന്ത രഹസ്യ സേവന സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ ഹണ്ടർ ബൈഡന്റെ സംരക്ഷണ വകുപ്പിന് 18 ഏജന്റുമാരെ നിയോഗിച്ചതിനെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചു. ബൈഡന്റെ മകളായ ആഷ്ലി ബൈഡന് 13 ഏജന്റുമാരെ തന്റെ വകുപ്പിൽ നിയോഗിച്ചിട്ടുണ്ടെന്നും അവരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ട്രംപ് പറയുകയുണ്ടായി. ജൂനിയർ ബൈഡനെ സംരക്ഷിക്കാൻ കുറഞ്ഞത് 18 ഏജന്റുമാരെയും മുൻ പ്രസിഡന്റിന്റെ മകൾ ആഷ്ലി ബൈഡനെ സംരക്ഷിക്കാൻ 13 ഏജന്റുമാരെയും നിയോഗിച്ചത് പരിഹാസ്യമാണ് എന്ന് ട്രംപ് വാദിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ ശക്തമായി ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഹണ്ടർ ഇപ്പോൾ അവധിക്കാലം ആഘോഷിക്കുകയാണ് എന്നും ട്രംപ് വിമർശിക്കുകയുണ്ടായി. പ്രസിഡന്റിന്റെ തീരുമാനം ഏജൻസി അനുസരിക്കുമെന്ന് സീക്രട്ട് സർവീസ് വക്താവ് ആന്റണി ഗുഗ്ലിയൽമി വ്യക്തമാക്കി. തന്റെ പിതാവിനു വേണ്ടി ഹണ്ടർ ബൈഡൻ സ്വാധീനം ചെലുത്തുകയും അഴിമതി നടത്തുകയും ചെയ്തതായി ട്രംപും റിപ്പബ്ലിക്കന്മാരും ആരോപണം ഉന്നയിച്ചിരുന്നു. റിപ്പബ്ലിക്കന്മാരും ചില ഡെമോക്രാറ്റുകളും ഹണ്ടറിന് മാപ്പ് നൽകിയതിനെ അപലപിക്കുകയുണ്ടായി. ട്രംപ് ഇതിനെ നീതിയുടെ ദുരുപയോഗവും തെറ്റായ വഴിത്തിരിവുമെന്നാണ് വിശേഷിപ്പിച്ചത്. ഹണ്ടറിന്റെ മാത്രമല്ല മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയ മറ്റ് മാപ്പ് അപേക്ഷകളും ട്രംപ് റദ്ദാക്കിയിട്ടുണ്ട്. ബൈഡന്റെ നേരിട്ടുള്ള അനുമതിയില്ലാതെ ഓട്ടോപ്പൻ ഉപയോഗിച്ചാണ് മാപ്പ് നൽകിയതെന്നും മാപ്പ് ലഭിച്ചവർ കുറ്റക്കാരായിരിക്കാമെന്നും ട്രംപ് ആരോപിച്ചു. മാപ്പ് അപേക്ഷകളുടെ നിയമസാധുതയെ ചോദ്യം ചെയ്ത ട്രംപ് ജനുവരി 6 നടന്ന ക്യാപിറ്റോൾ ആക്രമണത്തിന്റെ ഭാഗമായി ഒപ്പുവെച്ച മാപ്പപേക്ഷകളെയും വിമർശിച്ചു. ഓട്ടോപ്പൻ ഉപയോഗിച്ച് ഒപ്പുവെച്ചതിനാലാണ് ബൈഡൻ ഒപ്പുവെച്ച മാപ്പപേക്ഷകളെയെല്ലാം റദ്ദാക്കിയതെന്നും അവയെക്കുറിച്ച് ബൈഡൻ അറിഞ്ഞിട്ട് പോലുമില്ലെന്നും ട്രംപ് പറഞ്ഞു. മാപ്പ് നൽകലിനെ കുറിച്ച് ബൈഡന് ശരിയായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം അത് അംഗീകരിച്ചിട്ടില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. മാപ്പ് ലഭിച്ചവർ കുറ്റകൃത്യം ചെയ്തിരിക്കാമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ജനുവരി 6 കമ്മിറ്റി തെളിവുകൾ ഇല്ലാതാക്കിയതായും അവർ ഉന്നതതല അന്വേഷണം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ബൈഡന്റെ അറിവില്ലാതെ മാപ്പ് നൽകലുകളിൽ ഒപ്പുവെച്ചതിന് കുറ്റപ്പെടുത്തിയ ട്രംപ് ബൈഡനെ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയുമുണ്ടായി. പ്രസിഡന്റ് പദവിയിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് ബൈഡൻ തന്റെ സഹോദരന്മാരായ ജെയിംസ് ഫ്രാൻസിസ് ബൈഡൻ, സഹോദരി വലേരി ബൈഡൻ ഓവൻസ്, അവരുടെ പങ്കാളികൾ എന്നിവരുൾപ്പെടെ നിരവധി പേർക്ക് മുൻകൂർ മാപ്പ് നൽകിയിരുന്നു. തന്റെ കുടുംബം അന്യായമായ രാഷ്ട്രീയ ആക്രമണങ്ങൾ നേരിട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ നീക്കത്തെ ന്യായീകരിക്കുകയും ചെയ്തു. ജനുവരി 6 ആക്രമണം അന്വേഷിച്ച ഡോക്ടർ ആന്റണി ഫൗസി, വിരമിച്ച ജനറൽ മാർക്ക് മില്ലി, ഹൗസ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കും ബൈഡൻ മാപ്പ് നൽകി. അദ്ദേഹം ഓഫീസ് വിടുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നൽകിയ മാപ്പ് ട്രംപിന്റെ ഭരണത്തിന് കീഴിലുള്ള നിയമ നടപടികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് കണക്കാക്കപ്പെട്ടത്.